യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ക്രിസ്മസ് കഴിഞ്ഞ് ഉള്ള വ്യാഴാഴ്ചയാണിത്. തിരക്കുള്ള സമയമാണ്, വീട്ടിൽ അതിഥികളുണ്ട്, യാത്ര പോയ സമയമാണ്. സന്തോഷമുള്ള ദിവസമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. സ്കൂളുകൾ അടച്ചു, കുറേ സ്ഥലത്തൊക്കെ സ്കൂളുകൾ അടച്ചിട്ടുണ്ട്. നാട്ടിലെ രീതി അനുസരിച്ച് മറ്റു രാജ്യങ്ങളിൽ പല രീതിയിലുള്ള സമയമൊക്കെ ആയിരിക്കാം. ഇന്ത്യൻ സമയം ഇപ്പോൾ 7 മണിയാണ്. നമ്മളെല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നൊവേനയ്ക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്നത് ഒരാളാകാം, ഒരുപക്ഷെ 10 പേരാകാം, 1000 പേരാകാം, 1,00,000 പേരാകാം. ഏതേലും ഒരു ദിവസം പങ്കെടുക്കുന്ന നൊവേന പോലല്ല. നമ്മൾ ഓരോ ദിവസവും ഒരു വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ യൂദാശ്ലീഹായുടെ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന വലിയ മാധ്യസ്ഥതയിൽ ഈ നൊവേന ചൊല്ലുന്നത്. ഒരു ചടങ്ങായിട്ടോ പ്രോഗ്രാമായിട്ടോ അല്ല. എല്ലാ വ്യാഴാഴ്ചയും ഈ ആലയത്തിൽ 5 മണിക്ക് കുർബാനയും അതിനുശേഷം നൊവേനയുമാണ്. ധാരാളം ആളുകൾ ഒരു നിയോഗത്തോടെ ഓരോ വ്യാഴാഴ്ചകളിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹമാകുന്നുണ്ട്. അതൊക്കെ ഒരു സാക്ഷ്യമാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വചനം കേട്ടിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു പുതിയ വർഷത്തിലേക്ക് കയറാൻ പോവുകയാണ്. അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഈ വർഷത്തിൻ്റെ. അടുത്ത വർഷവും ഈ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി മാറും. നമുക്കൊരു വലിയ പ്രാർത്ഥനയോടെ ഈ വചനം ഒന്ന് കേൾക്കാം. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സങ്കീർത്തനം 18-ാം അധ്യായം 16-17. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. വായിക്കുമ്പോൾ കാവ്യാത്മകമായൊരു ഫീലിംഗ് തോന്നും, ഭയങ്കരമായ ഒരു സാഹിത്യവാക്ക് പോലെ. പക്ഷെ ഇതൊരോ ജീവിതാനുഭവമാണ്. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. ഇങ്ങനെ ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എവിടെയാണെന്നറിയാം? പെരുവെള്ളത്തിലാണ്. എഴുതിയിട്ടുണ്ട്, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പെരുവെള്ളം എന്താ? പെരുവെള്ളം തോട്ടിലെ വെള്ളമോ അരുവിലെ വെള്ളം പോലല്ല. പെരുവെള്ളം കുത്തൊലിച്ചു വരുന്ന വെള്ളമാണ്. അത് ജീവിതത്തെ തകർത്ത് കളയാൻ സാധ്യതയുള്ളതാ, ജീവിതത്തെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ളതാ. സകല സ്വപ്നങ്ങളും പ്രതീക്ഷകളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് തരിപ്പണമാക്കി തവിട് പൊടിയാക്കുന്നതാ പെരുവെള്ളം. അവിടെ ആയിരുന്നു ഞാൻ. എന്താ ചെയ്യണമെന്നറിയത്തില്ലാതെ പകച്ചു നിന്ന സമയമാണ്. അപ്പോഴാണ് ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി ദൈവം എന്നെ ചേർത്ത് പിടിച്ചു. ആ സമയത്തൊക്കെ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നവർ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ കഷ്ടമായി പോയി, വലിയ വിഷമമായി പോയി എന്നൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ട്. അഭിപ്രായം പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു എന്നാണ്. പിടിച്ചു എന്നാണ്, എന്നെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തകർന്നു പോകാതെ, നിങ്ങൾ വീണു പോകാതെ, നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടാതെ, എവിടെയും തരിപ്പണമായി പോകാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഉന്നതത്തിലെ ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങളില്ലെന്നല്ല, പെരുവെള്ളമില്ലെന്നല്ല, തകർച്ചയില്ലെന്നല്ല, രോഗമില്ലെന്നല്ല, അവിടെയൊക്കെയും തകർന്നു പോകാതെ ചേർത്ത് പിടിച്ച ഉന്നതത്തിലെ ഒരു ദൈവം എനിക്കുണ്ട്. ഉന്നതത്തിൽ നിന്ന് എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോൾ എൻ്റെ അവസ്ഥയോ പെരുവെള്ളത്തിലാണ്, അവിടുന്ന് എന്നെ ചേർത്ത് പിടിച്ചത്. ഇതുപോലെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്. അടുത്ത വാക്യമോ, പ്രബലരായ ശത്രുവിൽ നിന്നും. അപ്പം ശത്രുവിൻ്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. ചുമ്മാ ഒരു നിസ്സാരനായ ഒരു ശത്രുവല്ല, ശത്രു പ്രബലനാണ്. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും
അവിടുന്ന് എന്നെ രക്ഷിച്ചു. കുറേ പേരൊക്കെ നമ്മളെ വെറുക്കുന്നവർ, പിണങ്ങിയവർ, വാശിയുള്ളവർ, വൈരാഗ്യമുള്ളവരൊക്കെ ഉണ്ട് പലരും നമ്മുടെ ജീവിതത്തിൽ ചുറ്റിലും. പക്ഷെ അവരൊക്കെ തോൽപ്പിക്കാനും അവരുടെയൊക്കെ അധികാരവും ശക്തിയും ഭയങ്കരമായിരുന്നു. അതാ പ്രബലരായ ശത്രുവിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നോക്കുമ്പോൾ അയ്യോ അവരൊക്കെ വലിയ പ്രബലന്മാരാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, നമ്മുടെ കാര്യം പോക്കാ, നമ്മുടെ കാര്യം കഷ്ടവാ, ഇനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നമ്മുടെ ശത്രുവിൻ്റെ കഴിവിനെ വിവരിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്, പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താനാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുവാണ്, അവിടുന്ന് എന്നെ രക്ഷിച്ചു, അവർ എൻ്റെ ശക്തിക്ക് അതീതമായിരുന്നു. എൻ്റെ ശക്തിക്ക് അത് എനിക്കറിയില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന്, എനിക്കറിയില്ല എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്ന്, എനിക്കറിയില്ല ഞാൻ ഇനി എന്നാ ചെയ്യുമെന്ന്. എൻ്റെ ആയുസ്സൊക്കെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശത്രുവിൻ്റെ ആ ഒരു പ്രബലതയും ശക്തിയൊക്കെ നോക്കുമ്പം അവരൊക്കെ എൻ്റെ ശക്തിക്ക് ഒരുപാട് മേലെയാണ്, രക്ഷപ്പെടാൻ പറ്റുന്നു. പക്ഷെ ദൈവം എന്തു ചെയ്തു? എന്നെ അവരിൽ നിന്നൊക്കെയും, ആ പ്രശ്നത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് എന്നെ പൂർണ്ണമായും രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന്, നിങ്ങൾ കടന്നു പോകുന്ന ആ പെരുവെള്ളത്തിൽ നിന്ന്, ആ വെല്ലുവിളിയിൽ നിന്നും ദൈവം നിന്നെ പൊക്കിയെടുക്കും, ദൈവം നിന്നെ രക്ഷിക്കും. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോവാണ്, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്, വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒരുപക്ഷെ അല്പസമയം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ കുടുംബക്കാരോട്, വീട്ടുകാരോട്, എല്ലാവരോടൊന്ന് ഒരു നിമിഷം പങ്കെടുക്കാൻ പറ. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടച്ച് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുപക്ഷെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമായിരിക്കും നിങ്ങളുടെ കുടുംബമെല്ലാം. നൊവേനയെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാമെന്നൊക്കെ ആയിരിക്കും ഇന്ന് ചിന്തിച്ചത്. ഇന്ന് കേട്ട വചനം ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ വായിക്കണം. പ്രബലനായ ശത്രുവിൽ നിന്നും, പെരുവെള്ളത്തിൽ നിന്നും, എൻ്റെ ശക്തിക്ക് അതീതമായ വലിയ പ്രശ്നത്തിൽ അവിടുന്ന് എന്നെ രക്ഷിച്ചു. വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവം നമുക്കും പറയാനുണ്ടാവും, ഇതേ അനുഭവം നമുക്കും എഴുതി വയ്ക്കാനുണ്ടാവും. ഇതായിരിക്കും നാളുകളിൽ നമ്മുടെ സാക്ഷ്യമായി വരുന്നത്. കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണ്. ആ ഗാനത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം തേടി ഇപ്പോൾ പാടി പ്രാർത്ഥിക്കുന്നു. ഇത് പാടുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഓർക്കുന്നു, നമ്മുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്കായി നിന്ദാസർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാതെയാനിധേ യൂദാ വിശുദ്ധ ശ്ലീഹ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിന്ദാസർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാതെയാനിധേ. നമ്മളിപ്പോൾ നൊവേന പ്രാർത്ഥന ചൊല്ലുകയാണ്. ഞാൻ മൈക്കിലൂടെ ചെല്ലുമ്പോൾ കേവലം ഒരു കേൾവിക്കാരെ പോലെ ഇരിക്കാതെ പറ്റുന്ന ശബ്ദത്തിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുവാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. കേവലം വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ മാത്രമല്ല, പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി ആ വിഷയത്തെ സ്തുതിച്ചേൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ചൊല്ലുകയാണ്. എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച്
ആ നിയോഗത്തെ വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കുടുംബത്തെ ആ നിയോഗത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ഈ നൊവേനയിലും ഈ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി അനിയോഗ പ്രാർത്ഥന ചൊല്ലുവാണ്. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സാധ്യമാണോ? ഒരു നിമിഷം നിങ്ങളൊന്ന് സാധ്യമായ ശബ്ദത്തിലോ സാഹചര്യം പോലെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു, നിയോഗത്തിൽ ഏൽപ്പിച്ചു തരുന്നു, സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹാലേലൂയ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാനൊരു നിയോഗം വയ്ക്കുകയാണ്. കർത്താവേ, അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ ഒരുപാട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. ഈ അൾത്താരയിൽ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് നിയോഗങ്ങളുണ്ട്. ആ നിയോഗമെല്ലാം അനുഗ്രഹമാകുവാൻ ആരൊക്കെയാണോ ഈ ആലയത്തിൽ വന്ന് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേര് കൊടുത്ത് പ്രാർത്ഥിച്ചവരുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ പേര് നിയോഗത്തോടെ എഴുത്തിലൂടെ, പോസ്റ്റിലൂടെ ഒക്കെ വന്ന്, ഇമെയിലിലൂടെ വന്നതുണ്ട്, വാട്സപ്പിലൂടെ വന്നതൊക്കെയും ഈ പാത്രത്തിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് കർത്താവേ, ഈ നൊവേനയിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഓരോ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണം. അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ പെയ്യണം. ഈ ആലയത്തിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിവിധ നിയോഗത്തോടെ അവരുടെ അപ്പനും അമ്മയും ഓരോ വെള്ളിയാഴ്ചകളിൽ വന്ന് എഴുതിയിട്ട നിയോഗമാണ്. അതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നൊവേനയുടെ പ്രാർത്ഥന കഴിഞ്ഞ് സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്തി നിയോഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അസ്വസ്ഥതകളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ജനത്തിൻ്റെ നിയോഗത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, അത്ഭുത ദൈവ പ്രവൃത്തികൾ സംഭവിക്കണമേ. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി വെളിപ്പെടണമേ, വെളിപ്പെടണമേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം,
വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ ഒരുപാട് പേർക്ക് ഭാഗ്യം കിട്ടും. അതൊരു ഭാഗ്യമാണ്, ഒരനുഗ്രഹമാണ്. കർത്താവേ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങൾ ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അനുഭവമാണ്. കാരണം ഒരുപാട് മനുഷ്യർ വന്ന് വിവിധ രീതികളിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, കുമ്പസാരിക്കുന്നു, കൗൺസിലിങ്ങിന് ഇരിക്കുന്നു, വചനം കേൾക്കുന്നു. അതൊരു വലിയൊരു ദൈവികമായൊരു സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം രൂപപ്പെടുവാണ്. ത്യാഗത്തോടെ ആഗ്രഹിച്ച് ഒരുപാട് പേർ വന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാണ്. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥിച്ച സ്ഥലത്ത് എൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടാകണം, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, പറയാൻ ഇടവരണം. അതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാമോ? മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങയ്ക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവ് 3 നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച ഓരോ നിയോഗത്തെയും അങ്ങ് സ്വീകരിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. നിയോഗ പ്രാർത്ഥന കരങ്ങൾ ഉയർത്തിച്ചേർന്നൊരു കുടുംബമായി ഒറ്റ മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തടസ്സങ്ങളെയും, എല്ലാ പ്രതിബന്ധങ്ങളെയും, പൈശാചിക ശക്തികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ചു തരുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. നമ്മൾ ഒരു ആശീർവാദ പ്രാർത്ഥന നൽകുകയാണ്. അതിനുശേഷം വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിലുള്ള ആ ഗാനം നമ്മൾ ചേർന്ന് പൂജ്യനാം പുണ്യതാത ആശീർവാദത്തിന് ശേഷം പ്രാർത്ഥിക്കും. നമുക്ക് നല്ലൊരു ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയും നൊവേനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന, ദാഹത്തോടെ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ജനുവരി മാസം 1, 2, 3 തീയതികളിൽ നിയോഗ പ്രാർത്ഥനയാണ്. ഇന്ത്യൻ സമയം 5:30 നിങ്ങളും പ്രാർത്ഥിക്കണം. 3 ദിവസം 3 നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2025 വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം, ഈ വർഷം എനിക്ക് അനുഗ്രഹമാകണം. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ അതിൽ സന്തോഷിക്കാൻ ഇടവരണം. നിങ്ങൾ നൊവേനയിൽ പങ്കെടുത്ത ആളുകൾ ചിലപ്പോൾ ഡെയിലി ബ്ലെസ്സിങ് കാണാത്തവരാകാം. നിങ്ങൾ സാധ്യമായ എല്ലാവരോടും പറയണം. ഇങ്ങനെ ഒരു 3 ദിവസത്തെ പ്രാർത്ഥനയുണ്ട്. ഈ 3 ദിവസത്തെ പ്രാർത്ഥന ഒരു വർഷത്തെ മനോഹരമാക്കാൻ, ഒരു വർഷത്തെ അനുഗ്രഹമാക്കാൻ, ദീർഘായുസ്സോടെ ഇരിക്കാൻ, ആരോഗ്യത്തോടെ ഇരിക്കാൻ, എല്ലാം ഭാഗ്യവും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് വരുന്നൊരു സമയമാണ്. ലഭിക്കുന്ന സമയവും അവസരവും കളയരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യൂദാശ്ലീഹായുടെ വലിയ മാധ്യസ്ഥവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകട്ടെ. കുടുംബമായി ഒരുമിച്ചിരുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങൾ അനുഗ്രഹമാകട്ടെ. സാധ്യമായവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഒരാൾ കൂടെ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടാൽ അത് നിമിത്തമാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായ വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയുടെ സമാപന ഗാനം പാടുകയാണ്. പൂജ്യനാം പുണ്യതാത. നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം. അടുത്ത വ്യാഴാഴ്ചയും ഇതേപോലെയുള്ള
നൊവേന പ്രാർത്ഥനയുണ്ട്. അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിക്ക് സാധ്യമായി നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. ആമേൻ. ദൈവം സഹായിക്കട്ടെ. പൂജ്യനാം പുണ്യതാദാ യേശുവിൻ സ്നേഹദൂതാ യൂദാത്ത ദേവുശ്രീ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജ്യനാം പുണ്യതാദാ ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപ